ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ പറ്റിയാണ്. ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് പറയുന്നത്. വലിയ ഡീറ്റെയിൽ ആയിട്ടോ കാര്യങ്ങളൊന്നും നമ്മളിൽ പറയുന്നില്ല. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കേക്കോട്ടയിലാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അനന്തപത്മനാഭൻ പ്രധാന മൂർത്തിയായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി കേരള ദ്രാവിഡ ശൈലികളുടെ സംയോജനമാണ്. അൽപ്പശി ഉത്സവം, പൈങ്കുനി ഉത്സവം, സ്വർഗവാതിൽ ഏകാദശി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ. ഈ മതിലകം രേഖകൾ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചടങ്ങിനെ പറയുന്നതാണ് മുറജപം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചടങ്ങിനെ പറയുന്നതാണ് ഭദ്രദീപം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇത് നമുക്ക് PSCയിലേക്ക് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനാണ്. ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നതും ഈ ക്ഷേത്രത്തിലാണ്. പൂജാകർമ്മങ്ങളിലും പ്രതിഷ്ഠയിലും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി സാമ്യമുള്ള ക്ഷേത്രമാണ് ആദികേശവ പെരുമാൾ ക്ഷേത്രം തിരുവട്ടാർ. അത് കന്യാകുമാരിയിലാണ്, തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സ്വദേശ് ദർശൻ പദ്ധതിയുടെ ഭാഗമായി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി സാറാണ്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.